ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എന്താന്ന് വെച്ചാൽ ഓസ്ട്രിയൻ സ്റ്റുഡന്റ് വിസയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതെ, നമ്മളിപ്പോ നാട്ടില് ഇപ്പൊ നന്നായിട്ട് ഓസ്ട്രിയനെ കുറിച്ചും ഓസ്ട്രിയയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചും എല്ലാം ഇപ്പൊ ആൾക്കാർ നന്നായിട്ട് അവെയർ ആണെന്ന് തോന്നുന്നു. നമ്മൾ ആക്ച്വലി ഇത് ഒരു വർഷം മുന്നേ തൊട്ട് നമ്മൾ ഓസ്ട്രിയൻ സ്റ്റുഡന്റ് വിസയെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇവിടെ വരാം, ഏതൊക്കെ ടൈമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, പബ്ലിക് യൂണിവേഴ്സിറ്റിന് എന്താണ് പബ്ലിക് യൂണിവേഴ്സിറ്റി, അവിടെ എത്രയാണ് ഫീസ്, എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ വീഡിയോയിലും നമ്മൾ ഇതെല്ലാം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇതിന്റെ പ്രോസസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് സ്കിപ്പ് ആക്കാതെ നമ്മൾ ഫുള്ള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ഉപകാരമായിരിക്കും അല്ലെ. പക്ഷെ അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. അതെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീസെന്റ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതെ, നമ്മൾ ഫ്ലൈ ഓസ്ട്രിയ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ നമ്മളൊരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. നമുക്ക് അവർക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാവോ, അസിസ്റ്റൻസ് ചെയ്ത് കൊടുക്കാവോ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ വീഡിയോസും ചെയ്തത് നിങ്ങൾക്ക് സെൽഫായിട്ട് അപ്ലൈ ചെയ്ത് വരാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ കുറെ പിള്ളേർക്ക് അത് സെൽഫായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഉണ്ട്. അവരപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഏതെങ്കിലും ഒരു കൺസൾട്ടൻസിയുടെ ഇതിൽ പോയിട്ട് അവര് കുറെ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ, നമ്മളെന്നാ ഈ നമ്മുടെ നാട്ടിലത്തെ കൺസൾട്ടൻസി മേടിക്കുന്ന അത്രയും വലിയൊരു പൈസയൊന്നും മേടിക്കാതെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പിള്ളേരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് അവർക്കൊരു ഹെൽപ്പും ഉള്ള രീതിയിൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിത് അസിസ്റ്റൻസ് ഈ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ് ഫ്ലൈ ഓസ്ട്രിയ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ, പിന്നെ നമ്മൾ അക്കോമഡേഷൻ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കും എല്ലാത്തിൻ്റെയും സപ്പോർട്ടും ഗൈഡൻസും നമ്മൾ ഈ ഫ്ലൈ ഓസ്ട്രിയ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് www.flyaustria.in നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എന്തൊക്കെ സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ നമ്മൾ ടാഗ് ചെയ്യുന്നതായിരിക്കും, എന്തായാലും വെബ്സൈറ്റ് ടാഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ കൺസൾട്ടൻസി വരണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, സെൽഫായിട്ടും അപ്ലൈ ചെയ്യാം. നമ്മള് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓസ്ട്രേലിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫായിട്ട് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയും ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിക്കും ഒരു ഏജൻസിക്കോ ഒരു കൺസൾട്ടൻസിക്കോ ഒന്നും ഒരു ടൈപ്പ് ഒന്നുമില്ല. സോ നമ്മള് എന്താ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ പ്രൊഫൈല് ബെറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് പിന്നെ വിസ അസിസ്റ്റൻസിന് അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് എങ്ങനെയൊക്കെയാ ചെയ്യണമെന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. സോ അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഇല്ല, അവർക്കൊരു ആരെങ്കിലും നമ്മളിത് ആദ്യം ആക്ച്വലി നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ പരമാവധി നമ്മള് പിള്ളേരെ സപ്പോർട്ട് ചെയ്ത് പിള്ളേർക്കുള്ള ഫ്രീ ഗൈഡൻസും എല്ലാം കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താന്ന് പറഞ്ഞാൽ നമ്മള് കൊടുത്തു, പക്ഷെ നമുക്ക് എല്ലാവരും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ മീൻസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച പിള്ളേർക്ക് നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇത് ചെയ്ത് കൊടുത്തു, അഡ്രസ് ചെയ്ത് കൊടുത്തു. പക്ഷെ എന്നാലും അവർക്ക് ഫർദർ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവർക്കും പ്രോപ്പർ ആയിട്ട് ഇത് കിട്ടുന്നില്ല. അപ്പൊ ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ട് ഇവർ നേരെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ അടുത്ത് പോവുകയാണ്. എന്നിട്ട് അവർക്ക് അങ്ങനെയാണ് ത്രൂ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് നമ്മൾ വൈ നോട്ട്, നമുക്ക് എന്തായാലും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തുകൂടാ എന്നുള്ള രീതിയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ആൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ കുറെ പിള്ളേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ അസിസ്റ്റൻസ് കൊടുത്ത് അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു മാർജിനിൽ നമ്മൾ കൊടുത്തവരും ഓൾറെഡി നമ്മളുടെ ഇവിടെ ഓസ്ട്രിയൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമ്മളിപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും കൂടുതൽ ഇൻഫർമേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, ചെക്ക്ഔട്ട് ചെയ്യാം. നമ്മുടെ ഐദർ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ കണക്ട് ചെയ്യാം. യൂട്യൂബില് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വെബ്സൈറ്റിൽ കൂടെയോ അതില് നമുക്ക് കണക്ട് ചെയ്യാനുള്ള മെയിൽ ഐഡിയും വാട്സപ്പും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയയും ആ ഒരു വെബ്സൈറ്റിൽ ത്രൂ നിങ്ങൾക്ക് കിട്ടും. ഓസ്ട്രിയൻ സ്റ്റഡീസിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ, എന്താണ് ഇവിടെ, എത്ര രൂപയൊക്കെയാണ് ഇവിടെ, അങ്ങനെ എല്ലാം ഓൾ ടുഗദർ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. സോ നിങ്ങൾക്ക് ഓസ്ട്രിയയിലെ സ്റ്റുഡന്റ് വിസയെ കുറിച്ച്
കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാം. ആക്ച്വലി നമ്മുടെ പഴയ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആക്കാം. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ €750 പെർ സെമിസ്റ്റർ ആണ് ഫീസ് വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 68,000 rupees ആണ് പെർ സെമിസ്റ്റർ ഫീസ് വരുന്നത്. സോ വളരെ കുറച്ച് ഫീസേ നമുക്ക് ഒരു 2 years മാസ്റ്റേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ 3 years ബാച്ചിലേഴ്സ് പ്രോഗ്രാം പഠിക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ IELTS വേണോ വേണ്ടിയോ എന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഈ IELTS ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ആകെ IELTS ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ 2 യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ നിങ്ങൾ ഈ 2 യൂണിവേഴ്സിറ്റി മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ IELTS എപ്പോഴും നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഒരു 6.5, 6 ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. 7 ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. സോ IELTSന്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ ഷോമണിയുടെ കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഷോമണി 24 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 14 ലക്ഷം രൂപയോളമാണ് നിങ്ങൾ കാണിക്കേണ്ടത്. പിന്നെ 24 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 8 ലക്ഷം രൂപയോളമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ, സേവിങ്സ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. സോ അതാണ് വേറൊരു ഡൗട്ട് വരുന്നത്. പെർസെന്റേജ് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പെർസെന്റേജ് ഇവിടെ എത്രയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% എബോവ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ 2-4 യൂണിവേഴ്സിറ്റീസ് അവർ കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. 60% എബോവ് ഉള്ളവർക്ക് ഇത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ഒന്നും അങ്ങനെ ഇത് പറയുന്നില്ല, ലൈക്ക് മിനിമം പെർസെന്റേജ് പറയുന്നില്ല. ഇവര് നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇത്ര ക്രെഡിറ്റ് ഇത്ര സബ്ജക്റ്റിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോന്നാണ് നോക്കുന്നത്. പക്ഷേ എപ്പോഴും 60% എബോവ് ഉള്ളവർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പക്ഷെ അതിൽ കുറവുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയിലെ ആപ്ലിക്കേഷൻ എന്ന് ഒരു ട്രയൽ ബേസിസിലാണ് ആക്ച്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്, നമുക്ക് അഡ്മിഷൻ തരണോ വേണ്ടിയോ എന്നൊക്കെ. നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യുക. ലൈക്ക് നമ്മൾ ഇവിടെ ലൈക്ക് ജർമ്മനിയാണ്. ജർമ്മനിയിൽ ഇപ്പോൾ ഒരു അഡ്മിഷൻ നോക്കുന്നവർക്ക് അറിയാം, അവരൊരു 9-10 യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് റിപ്ലൈ വരുന്നതെന്ന് നോക്കും, എന്നിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ലൈക്ക് നമ്മൾ ത്രൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കുറച്ചധികം യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ട് ബാക്കിയുള്ള പ്രോസസ്സിന് നമ്മൾ അസിസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മളുടെ ഇതും വരുന്നത്. സോ അതാണ് നിങ്ങൾക്ക് ലൈക്ക് ഈ യൂണിവേഴ്സിറ്റി സെലക്ഷന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഇൻഫർമേഷൻ എന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈമിന്റെ കേസ് കുറെ പേര് ചോദിക്കാറുണ്ട്. പാർട്ട് ടൈം ഇവിടെ 20 hours പെർ വീക്ക് ആണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഈ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ലേബർ മാർക്കറ്റിലോട്ട് എൻട്രി അല്ല. നമുക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വർക്ക് പെർമിറ്റ് എടുക്കണം. നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ജോലി കണ്ടുപിടിച്ചു. ഫോർ എക്സാമ്പിൾ നമ്മൾ മാക്ഡൊണാൾഡ്സിൽ ഒരു ജോലി കണ്ടുപിടിച്ചു. അവിടെ പോയിട്ട് അവിടുത്തെ എംപ്ലോയർ ത്രൂ നമ്മളൊരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ അപ്രൂവ് ആകുമ്പോഴാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. സോ അല്ലാതെ നമ്മൾ വന്നു നേരെ ഒരു ജോലി കിട്ടിയ നേരെ അന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഒരു കാര്യം പക്ഷെ കുറെ പേർക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് 20 hours പെർ വീക്ക് ആണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇങ്ങനെ നമ്മൾ വർക്ക് പെർമിറ്റ് പിന്നെ ജർമ്മൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജർമ്മൻ നമ്മൾ അറിഞ്ഞിരിക്കുക. ജർമ്മൻ സംസാരിക്കാനുള്ള ലെവലിൽ നമ്മൾ പഠിച്ചിട്ട് വരാം. നമുക്ക് ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ലൈക്ക് എന്താ പറയുക ജർമ്മൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പാർട്ട് ടൈം കിട്ടാൻ നിങ്ങൾക്ക് ജർമ്മൻ സംസാരിക്കാൻ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ജർമ്മൻ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവും. പാർട്ട് ടൈം കിട്ടാനൊക്കെ ഭയങ്കര സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോൾ ജർമ്മൻ എന്തായാലും നിങ്ങളിപ്പോൾ വൺസ് നിങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വൺസ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. ഇവിടുത്തെ പ്രോസസ്സും ഇച്ചിരി ലെങ്തി പ്രോസസ്സാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം കിട്ടും. ആ സമയത്തിൽ നിങ്ങൾ ജർമ്മൻ പഠിക്കുക. ജർമ്മൻ പഠിച്ച് മാക്സിമം പഠിച്ച് നിങ്ങൾക്ക് എന്താ പറയുക, മാക്സിമം പഠിച്ചിട്ട് നിങ്ങൾക്ക് ലൈക്ക് കോൺവെർസേഷൻ ലെവലിൽ ജർമ്മൻ ആക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത് കിട്ടാൻ ലൈക്ക് പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ കുഞ്ഞു? പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്? പിന്നെ ഇവിടുത്തെ പ്രോസസ്സ് ലൈക്ക് വിസ പ്രോസസ്, ലൈക്ക് നമ്മൾ അഡ്മിഷൻ ടു വിസ പ്രോസസ്സ്, വിസ കിട്ടി വരാൻ എത്ര ടൈം ഡ്യൂറേഷൻ എടുക്കുമെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിന്റർ സെമിസ്റ്ററിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്തു, നമുക്ക് അഡ്മിഷൻ ലെറ്റർ ചിലപ്പോൾ ലേറ്റ് ആയിട്ടാണ് കിട്ടുമെങ്കിൽ നമുക്ക് ആ വിന്റർ സെമിസ്റ്ററിലോട്ട് കയറാൻ പറ്റത്തില്ല. നമുക്ക് അടുത്ത സമ്മർ സെമിസ്റ്ററിലോട്ടായിരിക്കും കയറാൻ പറ്റുന്നത്. അത് നിങ്ങൾ അവെയർ ആയിരിക്കുക.
പക്ഷേ നമുക്ക് കിട്ടുന്ന അഡ്മിഷൻ ലെറ്ററിൽ നമുക്ക് ബോത്ത് വിന്റർ സെമിസ്റ്ററിലോട്ടും സമ്മർ സെമിസ്റ്ററിലോട്ടും കയറാനുള്ള അഡ്മിഷൻ ലെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഈ നമുക്ക് വിസയുടെ കാര്യത്തിൽ ഡിലേ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സോ അത് നിങ്ങളൊന്ന് അവെയർ ആയിരിക്കുക. വിസയ്ക്ക് നമുക്ക് കിട്ടാൻ ഇച്ചിരി അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കിട്ടാൻ ഇച്ചിരി ലൈക്ക് ടൈം എടുക്കും. സോ നിങ്ങൾ വൺസ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. പ്രോസസ്സ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താലും അത്രയും നിങ്ങൾക്ക് അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. സോ അത് നിങ്ങൾ ലൈക്ക് മനസ്സിൽ വെക്കാം. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ അസിസ്റ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അല്ല നിങ്ങൾക്ക് സെൽഫായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതിനും ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് സെൽഫായിട്ട് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ലൈക്ക് നമ്മൾ www.flyaustria.in നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ലൈക്ക് ഇൻഫർമേഷൻസും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് വീഡിയോസ് ഇൻഫർമേഷൻസ് അല്ലേ? ഇനി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.